ആരോ ചുമച്ചതിന്റെ സൗണ്ടല്ലേ ഇപ്പൊ അത്? ഓ, ആ മരപ്പട്ടി റൂം കയറിയോ? അത്തേണ്ടി ഞാൻ ഇറങ്ങിപ്പോടാ. അയ്യോ, ഇങ്ങേരെന്താ ഇവിടെ? ഹൈ, അവനല്ല ഞാനാ. എന്നോട് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? നിങ്ങളെന്താടോ ഇവിടെ? ഒന്നില്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയല്ലേ? ഒരു പെൺകുട്ടിയെ റൂമിൽ കയറുമ്പോ ഇങ്ങനെ ഇടിച്ചു കയറി വരിക വേണ്ടേ? അത് പുതിയ അറിവാണല്ലോ. നീ പെൺകുട്ടിയാണോ? ഞാൻ വിചാരിച്ചു വിശ്വനാഥ് അങ്കിളിന് 2 ആൺകുട്ടികളാവുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ എൻ്റെ വഴിക്ക് 2-3 ചെണ്ടക്കാരെയും കൂടി ഏർപ്പാടാക്കാം. അതാവുമ്പോ പിന്നെ എല്ലാവരും അറിയിച്ചിട്ടാവാലോ എൻ്റെ റൂമിൽ കയറുന്നത്. ഇത് തമാശയായിപ്പോയി. അല്ല, എന്താണ് ഇങ്ങോട്ടേക്കൊക്കെ വരാനുള്ള ഒരു കാരണം? വേറെന്ത് കാരണം? നീ തന്നെ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് വയ്യ. എന്തായാലും എനിക്കതങ്ങ് സുഖിച്ചു. അല്ല, ഇനി കാര്യം പറ. എന്താണ് മിസ്റ്റർ ജെയ്ഡൻ ഫിലിപ്പിന് എൻ്റെ അടുത്ത് വേണ്ടത്? ഇപ്പത്തേക്ക് ഒരു കാര്യം മതി. ബാക്കി എന്തെങ്കിലും ഞാൻ പിന്നെ എടുത്തോളാം. ഇപ്പൊ എനിക്കൊരാളെ പറ്റി അറിയണം. അതിനു വേണ്ടി ഞാൻ വന്നത്. അതാരാണാവോ? ഇനി എൻ്റെ ഏട്ടനിട്ട് പണിയാനായിട്ടാണോ? അവനിട്ട് പണിഞ്ഞു ഉത്തിരിക്കല്ലേ എനിക്ക് ഒരടി. ഒന്ന് പോടിയായിരുന്നു. ഇതൊന്നുമല്ല. എനിക്ക് നിന്റെ ഒരു ഫ്രണ്ടിനെ പറ്റി അറിയണം. വൺ മിസ് അനന്യ. അവളെ പറ്റി നീ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അനുവിനെ പറ്റിയോ? അല്ല, ഏട്ടൻ എന്തിനാ അവളെ പറ്റി അറിഞ്ഞിട്ട്? നിനക്ക് അവളെ പറ്റി പറയാൻ പറ്റുമോ ഇല്ലേ? അത് മാത്രം പറ ആദ്യം. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. ആദ്യം എന്തിനാന്ന് പറ, എന്നാ ഞാൻ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറ്റി തരുന്നില്ല. അത് മാത്രല്ല, നിങ്ങൾക്ക് എങ്ങനെ അവളറിയാം? അതൊക്കെ എനിക്കറിയാം. എൻ്റെ പൊന്നല്ലേ. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എന്താ? പിന്നെ ഞാൻ പറഞ്ഞുതരാം നിനക്ക്. എന്നാ ചോദിക്കും. അവസാനം പറഞ്ഞുതരണോ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയേണ്ടതേ, അവൾക്ക് വല്ല ലൈനുണ്ടോ? ഐ മീൻ, അവള് കമ്മിറ്റഡ് ആയിട്ടാണോ? അങ്ങനെ ചോദിച്ചു വാ. എനിക്ക് അപ്പോഴേ തോന്നി ഈ വണ്ടി ആ റൂട്ടിൽ കൂടിയാ പോണേന്ന്. എടി കൂട്ടടക്കെ, എന്നെ കളിയാക്കാണ്ട, നീ കാര്യം പറ. ഓക്കെ. എൻ്റെ അറിവിലൊക്കെ ലൈനില്ല. ഇനി നീ ഉണ്ടോ? ഏയ്, എൻ്റെ കൊച്ചത്ര വളർന്നിട്ടൊന്നുമില്ല. ഇല്ല. ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയില്ലേ ആദ്യം? നിനക്കത് അത്രയ്ക്ക് ഉറപ്പാണോ? ഇനി അവൾ നിന്നോട് പറയാത്തതാണെങ്കിലോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അവൾ എന്നോടൊക്കെ പറയേണ്ടതാണ്. ഇനി അവളെ തിരക്കൊണ്ട് അവൾ മറന്നു പോയതാണോ? ഏയ്, അല്ല, നമ്മളെന്നത്ര ടെൻഷൻ അടിക്കുന്നേ? ഏട്ടനെ നേരിട്ട് പോയി ചോദിച്ചൂടെ അവളോട്? ഇനി ഏട്ടനെ പേടിയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം. എടി പൊട്ടിക്കളി, എനിക്ക് പേടിയായിട്ടൊന്നുമില്ല. അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യ അവൾക്ക് ആരോട് ഇഷ്ടമുണ്ടെന്ന്. അതൊക്കെ ഇപ്പോ? ഓഹോ, ഇതപ്പ ഇപ്പൊ തുടങ്ങിയ കാര്യമൊന്നും അല്ലല്ലേ? നിങ്ങളവളെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി തോന്നണല്ലോ. എന്തായാലും എൻ്റെ അറിയിലൊക്കെ അരിച്ചിട്ടില്ല. ഇനി ചിലപ്പോൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതിട്ടാവും. എനിക്കും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാ തോന്നിയേ. പക്ഷേ അവൾ പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെയും അവളത് ഉള്ള തൊട്ട് പറഞ്ഞ പോലെ ഫീൽ ചെയ്യാം. അതുകൊണ്ട് ചോദിക്കാൻ വന്ന നിന്നോട്. അവൾ അത്ര ഡീപ്പായിട്ടൊക്കെ പറഞ്ഞോ? ഏയ്, എനിക്കൊരാളെ നല്ല സംശയമുണ്ട്. അയാളാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അവളെ വാക്കിലും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് അയാളെയാ. അവളെ കഫേൻ്റെ ഓണർ. അവൾ കുറേ തോരാതെ അയാളെ പറ്റി പറയാറുണ്ട്. ഇനി ചിലപ്പോൾ അയാളാവാം, പറയാനൊന്നും പറ്റൂല. കഫേൻ്റെ ഓണറോ? അവൻ്റെ പേരെന്താ? പേര് പ്രണവ്. അവള് പക്ഷേ പ്രണവേട്ടാന്നൊക്കെയാ വിളിക്കാറ്. പ്രണവേട്ടനോ? അത് കേൾക്കാൻ തന്നെ രസമല്ല. ആ കഞ്ഞീരെ പാറ്റേനെ ഞാൻ പൊക്കിക്കോളാം. എന്നാ മോള് വാ താഴത്തേക്ക് എൻ്റെ കൂടെ. ഞാൻ നിന്നെയും കൊണ്ട് താഴത്തെ ഇറങ്ങാന്ന് പറഞ്ഞിട്ടാ മുകളിലേക്ക് കയറി. അതൊക്കെ വരാം. പക്ഷേ അവളെ എങ്ങനെ ഇഷ്ടമായെന്നും എങ്ങനെ കണ്ടെന്നും എന്നോട് പറഞ്ഞു തന്നില്ല. അത് പറഞ്ഞു തന്നിട്ട് മോൻ പോയാൽ മതി. ഇവളെ കൊണ്ട് അതായിട്ട് ഇനി പറഞ്ഞുതരാണ്ടക്കുന്നില്ല. ആദ്യമായിട്ട് ഞാൻ അവളെ കണ്ടതേ നിൻ്റെയൊക്കെ സാറ കൂടെ അവൾ വന്നപ്പോഴാണ്. അന്ന് കണ്ടു, ഇഷ്ടമായി. പിന്നെ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞു. പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമായില്ല. അങ്ങനെ കുറച്ചു കാലം വൈകി കിടന്നു. അങ്ങനെ ഇന്നാൾ അവളെ കാത്ത് ഞാൻ നിന്നപ്പം പറഞ്ഞ കാര്യമാണ് അവൾക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് വയ്യക്ക് നടക്കണ്ടതെന്ന്. അപ്പം അതൊന്ന് സത്യമാണോ എന്നറിയാൻ വേണ്ടി നിൻ്റെ അടുത്തേക്ക് വന്നു. ഇതാണ് ഇപ്പം എത്തി നിൽക്കുന്നത്.
ഇതെന്തോന്നത്? അപ്പേക്ക് കയ്യും ചെയ്തോ? ആഹാ, എന്തേലും ഒന്ന് പറയാൻ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞൂടെ മനുഷ്യങ്ങൾക്ക്? ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ കഥ? വെറുതെ ആളുകളോട് യെസ് അറിയാത്തത്. ആൾക്ക് പണ്ടേ കുറച്ച് ബുദ്ധി കൂടുതലാ. നീ പോടി, നിനക്ക് കാര്യം അറിഞ്ഞാൽ പോരെ, ആദ്യം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഓ ആയിക്കോട്ടെ. അല്ല, എൻ്റെ വല്ല സഹായം വേണോ ഇതിൽ? വേണ്ടി വരും, ഞാൻ പറയണ്ട. അപ്പം എൻ്റെ മോള് വെയിറ്റ് ചെയ്താൽ മതി. ഓ ആയിക്കോട്ടെ തമ്പ്ര. എന്നാ വാ, താഴത്തേക്ക് പോവാം. ആ പിന്നെ ഒരു കാര്യം, ഇപ്പം നീ അറിഞ്ഞ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട. ഓ ഇല്ലേ, ഞാനായിട്ട് ആരോടും പറയാൻ പോണില്ല. നടക്ക്. ഇനി പറ, എന്താ പറയാനുള്ളേ? എടാ പട്ടി, നിന്റെ ഫോൺ എന്തായി കിടക്കടാ? ഇന്നലെ ഞാൻ എത്ര വട്ടം നിന്നെ വിളിച്ച്? നിന്നെ മറ്റൊരാൾ വിളിച്ചു കുത്തിരിക്കുന്നതിനകത്ത് ഇത് ചോദിക്കാനാണ് അവിടെ തെണ്ടി. നീ എന്നോട് എന്തോ സീരിയസ് കാര്യം പറയാണ്ട് പറഞ്ഞു താഴത്തിന് എന്നെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത്. നിനക്കത് താഴത്തിനെ ചോദിച്ചാൽ എന്തേലും പറ്റി പോയിനിയോ? കാര്യമൊക്കെ പറയാണ്ട്, പക്ഷേ ഞാൻ ചോദിച്ചതിന് ആദ്യം ഉത്തരം പറ. നിന്റെ ഫോൺ എവിടെ? ഞാൻ ഇന്ന് രാവിലെയും കൂടി ഞാൻ നിന്നെ വിളിച്ചു. എവിടെ പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവച്ചതാണോ നീ അത്? ഞാനത് എവിടെയും പുഴുങ്ങാൻ വെച്ചിട്ടൊന്നുമില്ല. ഇന്നലെ മമ്മി പപ്പേൻ്റെ ഫോണാ വെച്ചാൽ എൻ്റെ ഫോണാ വിളിച്ചറിഞ്ഞു. ഞാൻ ഇന്നലെ തന്നെ നന്നാക്കാൻ കൊടുത്തു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേ കിട്ടുള്ളൂ. വെറുതെ എൻ്റെ മെക്കിട്ട് കയറിയാണ്ടല്ലോ. നീ വന്ന കാര്യം പറയടാ. ഓ അതേനാ കാര്യം? ആ പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം കുറച്ച് സീരിയസ് ആണ്. അപ്പം നീ അത് അതിൻ്റെതായ രീതിക്ക് എടുക്കണം. ആ നീ പറഞ്ഞോ. അല്ല, നീ എന്തിനാ ഇത്ര സീരിയസ് ആയി പറയുന്നത്? സാധാ പോലെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഓ ഈ മാങ്ങാത്തലിയൻ, സീരിയസ് ആയ കാര്യം സീരിയസ് ആയിട്ട് തന്നെ പറയണം, അല്ലാണ്ട് കരഞ്ഞോണ്ട് പറയാൻ പറ്റുമോ? നീ ഇത് കേട്ടാൽ മതി, അതിന് പുറകുനിന്ന് വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട. നീ എന്തെങ്കിലും കാണിക്ക്, ഒന്ന് പറ കാര്യം. ഓ നീ അറിഞ്ഞിട്ടാണോ ഒന്നും അറിയില്ല. നിന്റെ ഇച്ചായനും ജൻസിയും പാടെ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു. പറഞ്ഞ കാര്യാ, നിന്റെ ഇച്ചായൻ ആരോടോ ഒരു ഇഷ്ടമുണ്ട് മോനെ. ഞാനിത് അമ്മൂനോട് പറയണ കേട്ടതാ. അവന് ഇഷ്ടമോ? അതവൻ്റെ വല്ല കോയിത്തരാവും. അല്ല, ഇതെന്തിനാ അവൻ അമ്മൂനോട് പറയുന്നത്? അവളത്ര വലിയ കൂട്ടൊന്നുമല്ലല്ലോ. ഇവിടെയാണ് എനിക്ക് സംശയം തോന്നുന്നത്. അവളത്രയ്ക്കും വലിയ കൂട്ടൊന്നുമല്ല. പക്ഷേ ഈ കാര്യം അവൻ അവളുടെ അടുത്ത് വന്ന് പറയണമെങ്കിൽ അവിടെ എന്തോ സംതിങ് ഫിഷി അല്ലേ മോനെ? പിന്നെ അവൻ വന്നതേ അവളെ കാണാനാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവളെ കണ്ട അപ്പാടെ പിന്നെ വേഗം പോവുമോ? അച്ഛൻ വന്നിട്ടും കൂടിയല്ലേ പോവുള്ളൂ. അതിനൊന്നും വെയിറ്റ് ചെയ്യാണ്ട് അവൻ അവിടെ നിന്ന് വേഗം വന്നില്ലെങ്കിൽ അവളെ കാണാൻ തന്നെയാണ് വന്നത്. ഇതൊക്കെ പാടെ കൂട്ടി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നിന്റെ ഇച്ചായൻ എൻ്റെ അനിയത്തിനോടാണോ ഇഷ്ടമെന്നാ? ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അത് വേറൊന്നുമല്ല, നിന്റെ ഇച്ചായൻ വന്ന ടൈമിലുള്ള ഫേസ് അല്ലായിരുന്നു പോകുമ്പോൾ. വന്ന ടൈമിൽ ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പോകുമ്പോൾ അങ്ങനെയേ അല്ലായിരുന്നു. പിന്നെ റൂമിൻ്റെ പുറത്തുനിന്ന് ഒളിഞ്ഞിരുന്ന് കേട്ടുകൊണ്ട് തന്നെ പുള്ളി വ്യക്തമായില്ല പറഞ്ഞത്. അയാൾക്കാര്യം ഇഷ്ടമുണ്ട്, ഇതന്നെയാണ് മെയിൻ കേട്ടത്. പിന്നെ കേട്ടത് അവസാനത്തെ കാര്യമാണ്, അവളോട് വെയിറ്റ് ചെയ്യാൻ. ഒരാണതൊരു പെണ്ണിനോട് പറയണമെങ്കിൽ അതിലെന്തായാലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പാടെ കൂട്ടി എഴുതി വായിച്ചപ്പം എനിക്ക് അയാൾക്ക് ഇവളോട് ഇഷ്ടമുള്ള പോലെ തോന്നി. ആ മണ്ടത്തിയാണെങ്കിൽ പ്രപ്പോസ് ചെയ്ത ആ ടൈമിൽ തന്നെ യെസ്സും പറഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് നിന്റെ ഇച്ചായൻ അത്ര സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവോ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. നീ ഒന്ന് പോയടാ. മനുഷ്യരുമ്പോൾ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഓൻ ഓരോന്ന് കണ്ടുപിടിച്ച് വന്നോളും. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ ഫുള്ള് എനിക്കല്ലേ. അയാൾ എൻ്റെ അളിയനായിട്ടല്ലേ വരാൻ പോണത്. ഓ നീ അപ്പേക്ക് നിന്റെ അളിയനായിട്ട് അവനെ സ്ഥിരീകരിച്ചു അങ്ങോട്ട്. പിന്നെ എൻ്റെ പെങ്ങള് കെട്ടാൻ പോകുന്നവനെ പിന്നെ അമ്മാവാന്ന് പോയി വിളിക്കാൻ പറ്റുമോ? ഇവൻ എവിടുന്ന് ഇറങ്ങി വരിക? ഓ എൻ്റെ കർത്താവേ, ഇവൻ തന്നെ എൻ്റെ കഞ്ഞീര് പാർട്ടിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എടാ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിക്കാണ്ട് എന്നോട് എന്തെങ്കിലും ഒന്ന് പറയടാ. ഇതെന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളെ വീട്ടുകാരുടെ ഇത് അറിഞ്ഞാൽ പിന്നെ കല്യാണം നടത്തിയിട്ട് ഒരു അടങ്ങുള്ളൂ. അറിയാലോ അവളെ പറ്റി. അതിനു മുമ്പേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ത് ചെയ്യുന്ന കാര്യം രണ്ടാളും കൂടി സംസാരിക്കുന്നേ? ഓ ഈ മരഭൂതപ്പെടുന്നാവുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിനക്ക് നോക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? റൂമിൽ കയറുമ്പോൾ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ റൂമിലേക്ക് എൻ്റെ അനുവാദമുണ്ട് കയറരുത് എന്ന്. ഒന്ന് പോടാ. ഓ പിന്നെ നിന്റെ റൂമിൽ അടയിരിക്കാനാണല്ലോ ഞാൻ വന്നേ. മമ്മി വിളിക്കണ്ട രണ്ടെണ്ണത്തെയും താഴത്തേക്ക്. അത് പറയാൻ വേണ്ടി വന്നതാ. പറഞ്ഞു കഴിഞ്ഞല്ലേ, ഇനി എന്തിനോടെ നിൽക്കുന്നത്? പോയി കൂടെ. അതിന് നീ എന്തിനാണ് എൻ്റെ മെക്കിട്ടേ കയറുന്നേ? വെറുതെ നീ ചൊറിയാൻ വരണ്ട. നീ എൻ്റെ കയ്യിനെ ചൂടറിയും. പറഞ്ഞില്ലെന്ന് കണ്ട. എടി ജെൻസേ, നീ ഒന്ന് പോയേ, വെറുതെ അടി ഉണ്ടാക്കണ്ടേ. ഞങ്ങൾക്ക് ഇതിൽ കുറച്ച് പ്രൈവസി താ, ഞങ്ങൾ വന്നോളാം താഴത്തേക്ക്. അയ്യോ, പ്രൈവസി ഒക്കെ തരാൻ വേണ്ടി അന്താരാഷ്ട്ര ചർച്ചയല്ലേ അവിടെ ചെയ്തുകൊണ്ടിരിക്കണേ. അടുത്ത വല്ല പൊട്ടത്തരത്തിനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടായി കൊണ്ടിരിക്കോ? താഴത്തേക്ക് ഇറങ്ങിക്കോളുക. നീ മമ്മീനോട് കേട്ടാ നിൽക്കണ്ട. ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി. തമ്പുരാട്ടി മുന്നിൽ നടന്നോളുക, ഞങ്ങൾ പിന്നിലുണ്ടാവും. നീ പോടാ മരപ്പട്ടി.
നീ എന്തിനാ അവിടെ ചൊറിയാൻ പോണേ വെറുതെ? അതൊന്നുമില്ല, നീ താഴത്തേക്ക് പോയിക്കോ. മമ്മി ഫുഡ് കഴിക്കാനാവും വിളിക്കണ്ടാവുക. എനിക്കെന്തായാലും ഫുഡ് വേണ്ട, നീ പോയി കഴിച്ചോ. ഈ അതർവ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ജെയ്സനെ ഫുഡ് കഴിക്കും. മോൻ താഴത്തേക്ക് വാ. എനിക്ക് കഴിക്കാൻ മൂടില്ലായിട്ടാ, നീ പോയി കഴിച്ചോ. എന്നാൽ നീ ഫുഡ് കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. താഴത്ത് അമ്മുണ്ട്, നീ അവരെ നിരീക്ഷിക്കാൻ വാ. അമ്മു താഴത്തുണ്ടോ? ആ, അവളെൻ്റെ കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾ അനുവിൻ്റെ അടുത്ത് കൊണ്ടിടും. ഓ ആണോ? എന്നാ വാ, താഴത്തേക്ക് പോവാം. ഇത്ര പെട്ടെന്ന് നിൻ്റെ മനസ്സ് മാറിയോ? എന്നാൽ ഞാൻ വരുന്നില്ല, ഇപ്പം ഞാൻ വരുന്നതായിക്കോ. ഇപ്പോൾ എൻ്റെ ഭഗവാനെ, ഞാനൊന്നും പറഞ്ഞില്ല. മോൻ വാ. നീ എന്നിട്ട് അവളുടെ അടുത്തേക്ക് പോകണമെന്ന്? ആ, ഞങ്ങൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, അപ്പോൾ ഒന്ന് കാണണം വിചാരിച്ചു. എന്നാൽ ഞാൻ കൊണ്ടായി തരാം. അത്രയ്ക്കൊന്നുള്ള സഹായം ഇപ്പം വേണ്ട. എന്തായാലും നിങ്ങൾ തമ്മിലിപ്പോൾ ക്ലാഷായി നിൽക്കല്ലേ. അപ്പം ഏട്ടനപ്പം എൻ്റെ കൂടെ കണ്ടാലേ അതവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സമയമാകുമ്പം ഞാൻ അറിയിക്കണ്ടേ. എൻ്റെ പൊന്നു മോൾ അതിന് കഷ്ടപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ക്ലാഷൊക്കെ ഞാൻ മാറ്റിയെടുത്തോളൂ. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഓ, ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ. ഇനി എൻ്റെ അടുത്ത് വല്ല സഹായം ചോദിച്ചു വാ, അപ്പം ഞാൻ നിന്നേരട്ടാ. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ മോളെ, നീ കാണുന്ന വീഡിയോസിനെ പറ്റിയൊക്കെ ഞാനങ്ങ് വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. അതിന് ഞാനെന്ത് വീഡിയോ കാണുന്നെന്നാ? അതോ, ആൻറ്റീൻ്റെ അങ്കിളിൻ്റെയും വിചാരം നീ എന്തോ കഥ വായിക്കുകയെന്നോ കഥ കേൾക്കുകയെന്നോ പറ്റാ. പക്ഷേ നീ കഥ മാത്രമല്ല വായിക്കുന്നതും കേൾക്കുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. ഞാൻ പോയി പറഞ്ഞു കൊടുക്ക്, തെളിവൊന്നുമില്ലല്ലോ കയ്യിൽ. എന്നാൽ ഞാൻ ഉറക്കെ പറയട്ടെ, നീ മറ്റേ പടം കാണുന്നുണ്ടെന്ന്? ഞാൻ അത്ര കാര്യം നെഹിഹേ. ഞാൻ ആകെ ഇത്തിരി കിസ്സിങ് സീനും കുറച്ച് റൊമാൻസും മാത്രമേ കാണാറുള്ളൂ. ദേ മമ്മി, ഇവിടെ ഒരാൾക്ക് റൊമാൻസ് ഒക്കെയാ കാണണ്ടേ. അയ്യേ, മിണ്ടാതിരി മനുഷ്യോ. എന്തൊക്കെ കാണണം എൻ്റെ ദൈവമേ. ആ, നിങ്ങൾ വന്നോ? എന്നാ വാ, ഫുഡ് കഴിക്കാം. എടാ ജേടാ, അമ്മു വാ, ഫുഡ് കഴിക്കാം. ആ, വരുന്നു മമ്മി. അളിയനും നടന്നേ. അളിയനോ? ഷേ, മറന്നുപോയി. പെട്ടെന്ന് ഭാവിയിലെ കാര്യം വന്നുപോയി. നിനക്കെന്താടാ വയ്യേ? രാവിലെ തന്നെ ഇറങ്ങിക്കോളും മനുഷ്യനെ ഇതൊക്കെ. പോയോ? ഓ, പറയാൻ വന്നു മറന്നുപോയി. എടാ, ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? എടാ, ഞാനോണ്ട് നിക്ക്. നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? നീ എന്തിനാടാ അവനെ പോയിട്ട് അളിയാന്ന് വിളിക്കാൻ പോയേ? എടാ, അത് പെട്ടെന്ന് വന്നു പോയത് നീ സീനാക്കല്ലേ. നിങ്ങളെ രണ്ടാളി ഇപ്പൊ ഞാൻ ആനയിച്ചു കൊണ്ടുവരണോ? ഫുഡ് വേണേ വന്നിരിക്കടാ. എന്നിട്ടിപ്പോൾ നീ നിന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുക? ആ ആൻറ്റി, കുറച്ച് കാലം അയാളെ കണ്ടിട്ട്. അപ്പം ഞാൻ ഒന്ന് പോയി കണ്ടാളട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ മതി. എന്നാൽ നമ്മൾ കണ്ടിട്ട് വാ. ആ, എന്നാ ഏട്ടാ നമുക്കിറങ്ങാം. ഏട്ടനല്ല, ഞാനാ നിന്നെ കൊണ്ടുപോണേ. അവനെവിടേക്കോ പോവാണ്ടെന്ന്. അല്ലടാ? എനിക്കോ? ആ, എനിക്ക് പോവാണ്ട്. ഞാൻ നിന്നോട് പറയാൻ മറന്നു പോയതാ. എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. നീ എൻ്റെ കൂടെ പോയിക്കോ. അതിന് ഏട്ടൻ ഇന്ന് എവിടേക്കാ പോവാളേ? എനിക്കൊരാളെ കാണാണ്ട്. ഒക്കെ ഇപ്പം എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് പോണേ പോടി. സത്യം പറഞ്ഞ ഏട്ടാ, ഏട്ടനെ എവിടേക്കും പോവാനല്ലോ. അവനൊരു സ്ഥലം വരെ പോവാണ്ട്. പിന്നെ നിനക്ക് എൻ്റെ കൂടെ വരാൻ പ്രയാസമാണെങ്കിൽ എന്നാൽ ശരി, നീ വല്ല ടാക്സിയും വിളിച്ച് പോയിക്കോ. എനിക്ക് സാറെ കൂടെ വരാൻ പ്രയാസമൊന്നുമില്ല. അവനെങ്ങോട്ടാ പോകണമെന്ന് അറിയാൻ വേണ്ടിയിരുന്നു. നമുക്ക് പോന്നാലും. എന്നാ വാ. അല്ല, ഞാനിപ്പോൾ ഇതെങ്ങോട്ടാ പോണ്ട്? എന്തേ മോനെ ദിനേശ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? പോകുന്നില്ലേ? ഞാൻ പോവേ വരെ എന്തേലും ചെയ്യും. നീ ആരുടെ എന്നോട് ചോദിക്കാൻ? നീ ഇപ്പം എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നേ, അപ്പം ചോദിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോ. നീ പോടി, എവിടെ നിന്നാലും സൂര്യൻ തരില്ല. ജന്തു. ജന്തു നിങ്ങളെ മറ്റവള്. എൻ്റെ മറ്റവളെ വിളിക്കാനായിട്ട് നീ നിന്നെ ഞാനുണ്ടല്ലോ. ഞാൻ ഇനിയും വിളിക്കടാ മരത്തറയാ. കുറച്ച് ചോക്ലേറ്റ് വാങ്ങിപ്പോയാലോ? ചോക്ലേറ്റോ? അതൊന്നും വേണ്ട. നിനക്ക് വേണ്ടേ? വേണ്ട, ഞാൻ എന്തായാലും വാങ്ങാൻ പോവാ. അനന്യയ്ക്കും അവളെ അനിയത്തിക്കും, പിന്നെ ഒന്ന് എനിക്കും. ഞങ്ങൾ മൂന്നാളും കൂടി തിന്നോളും. ആ, എന്നാ എനിക്കും വേണം. അല്ലേ, നിങ്ങൾ മൂന്നാളും കൂടെ തിന്നണ ഞാൻ നോക്കിയിരിക്കാനോ? എന്നാ എനിക്കും വേണം. കുറച്ച് നേരത്തെ മുമ്പ് ഇതൊന്നല്ല പറഞ്ഞാൽ നിനക്ക് വേണ്ടെന്നല്ലേ, അതുകൊണ്ട് ഞാൻ വാങ്ങി തരില്ല. എന്നാൽ മോൾ ഇവിടെ ഇരുന്നട്ടോ, ഇച്ചായം പോയി വാങ്ങി വരെ. എനിക്കും വേണം. മര്യാദയ്ക്ക് എനിക്കും വാങ്ങി തന്നോ? നിനക്ക് ഞാൻ വാങ്ങി തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എന്ത് ചെയ്യും? എനിക്ക് വാങ്ങി തന്നില്ലെങ്കിൽ ഞാനുണ്ടല്ലോ,
ഉം, ഞാൻ കോളേജിൽ നിന്ന് തന്നെ കിസ് അടിച്ച കാര്യം ഞാൻ ഏട്ടനോട് പോയി പറഞ്ഞു കൊടുക്കും. ഓ, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാം? അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ നിന്റെ ഏട്ടനെ വിളിച്ചു പറ. അതാവുമ്പോൾ ചിലപ്പം വേഗം കാര്യങ്ങളൊക്കെ നടന്നാലോ. ഞാൻ പറഞ്ഞു കൊടുക്കടോ. ഞാൻ ഏട്ടനോട് മാത്രമല്ല ആൻറ്റീനോട് അങ്ങളോടും ഒക്കെ പോയി പറഞ്ഞു കൊടുക്കും. പിന്നെ എന്നെ കിസ് അടിച്ചാൽ മാത്രമല്ല എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഓ, എന്തിനാ എൻ്റെ മോള് വെറുതെ കള്ളത്തരം പറഞ്ഞ് കഷ്ടപ്പെടുന്നേ? നീ അവസാനം പറഞ്ഞ കാര്യം വേണമെങ്കിൽ ഞാൻ സാധിച്ചുതരാം. എനിക്കതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓ, നാണല്ലാത്തൊരു മനുഷ്യൻ. ഒരു സാറ് ഒരു സ്റ്റുഡൻറ്റിനോട് പറയേണ്ട വാക്കാണോടോ താൻ പറയുന്നേ? ഓ, ഞാൻ നിന്റെ സാറായിരുന്നു എന്നുള്ളൊരു ബോധം നിനക്കുണ്ടല്ലോ, അത് മതി. പിന്നെ നീ നേരത്തെ പറഞ്ഞത് ഒരു സ്റ്റുഡൻറ്റ് സാറോട് പറയേണ്ട കാര്യങ്ങളായോണ്ട് കുഴപ്പമില്ല. ഓ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, സാറൊന്നും കേട്ടിട്ടുമില്ല. പിന്നെ എനിക്കൊരു ചോക്ലേറ്റും വേണ്ട, ഒരു മാങ്ങാത്തൊലിയും വേണ്ട. സമാധാനമായില്ലേ? ഇവൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ചായേ എന്താടി മനുഷ്യനെ പഠിപ്പിക്കുന്നോ? നിനക്ക് മെല്ലെ വിളിച്ചാ പോരെ? ഇപ്പം അതൊന്നുമല്ല വലിയ കാര്യം. ഇച്ചായി താഴത്തേക്ക് വാ. ഇച്ചായിക്ക് വേണ്ടപ്പെട്ട ഒരാൾ താഴത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ആളോ? അതാരാ? വല്യമ്മച്ചിട്ടാണോ? വല്യമ്മച്ചൊന്നല്ല, ഇത് അതുക്കും മേലെ. അതുകൊണ്ട് തന്നെ വേഗം ഇച്ചായി ചെല്ല്. വെറുതെ ആ ആളെ കാത്തിരിപ്പിച്ച് മുഷിപ്പിക്കണ്ട. അതാരാന്നറിയണല്ലോ. എന്നാ ഞാൻ നോക്കിയിട്ട് വരാം. അല്ല, നീ വരുന്നില്ലേ? ഇച്ചായി നടന്നോ, ഞാൻ വഴിക്കുണ്ടാവും. പാവം, നല്ല സന്തോഷത്തിലാ പോണത്. എൻ്റെ കർത്താവേ, എൻ്റെ ഇച്ചായിനെ കാത്തോളണേ. എന്നാലും എന്നെ അങ്ങനെ കാത്തിക്കണ ആരാ? അയ്യോ, ഇവളെന്താ കർത്താവേ ഇവിടെ?